ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് മോനെയും കൂട്ടിയിട്ട് ഒരു ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങാണ്. ഞാനല്ല, ഇക്കയാണ് കേട്ടോ പോകുന്നത്. മോൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്, അപ്പോൾ അവൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അവളും തന്നെ നല്ല എക്സൈറ്റിലാണ് കേട്ടോ. ആദ്യം മാറ്റാനൊന്നും സമ്മതിക്കാതെ അങ്ങനെ തന്നെ പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ പിടിച്ച് വെച്ചിട്ട് ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. മോൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ 2 വയസ്സായതിനു ശേഷം നമ്മളൊരു സൈക്കിൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്നുള്ള തീരുമാനത്തിലായിരുന്നു. കാരണം അവനും തന്നെ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ സൈക്കിള് ടോയ്സൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഭയങ്കര കച്ചറയാണ് കേട്ടോ. ആദ്യമൊന്നും അങ്ങനെ മൈൻഡ് ചെയ്യാത്തൊരു പ്രായമല്ല. ഇപ്പോൾ പുറത്തൊക്കെ എവിടെയും പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വീട്ടിൽ പോകുമ്പോൾ അവിടേക്ക് സൈക്കിൾ കാണുമ്പോൾ അവന് ഭയങ്കര ഇതാണ്. പക്ഷെ 2 വയസ്സാവട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളും തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇപ്പോഴും അവന് ചവിട്ടാനുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ല. എന്നാലും കാണുമ്പോഴുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അത് കുട്ടികളല്ലേ, അവർക്കത് ഇന്ന പ്രായത്തിലേ പറ്റുള്ളൂ എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന പ്രായമല്ല. അവർക്ക് ഓരോ സ്ഥലത്ത് കാണുമ്പോൾ അതിനോടുള്ള ആ ഒരു ഇഷ്ടം വേറെ അല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു ബർത്ത്ഡേക്ക് അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവർ ഒരു നമ്മുടെ മഞ്ചേരിയുള്ളൊരു ടോയ്സിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഇത്തരം ടോയ്സുകളൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുകയായിരുന്നേ. കുട്ടികളെയും കൊണ്ടൊന്നും ഇത്തരം ഷോപ്പുകളിൽ പോവാതിരിക്കുകയല്ലേ നല്ലത്. സൈക്കിൾ വാങ്ങാൻ പോയാൽ പിന്നെ അവർ വലിയ വലിയ ടോയ്സുമൊക്കെയാണ് കേട്ടോ കണ്ണു പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും പെട്ടെന്ന് വേഗം ഒന്നും എടുത്തിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമ്മളെ തടിമക്ക് കേടാന്ന് പറഞ്ഞിട്ടേക്ക് അവിടെ നിന്ന് വല്ല സ്കൂട്ടായിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ മോനും പിന്നെ അളിച്ചൻ്റെ മക്കളും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിൽ ഈ ടോയ്സിൻ്റെ കടയിൽ കുറച്ച് നേരം കൂടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ള വഴിയാണ് അവർ വേഗം ഒരു സൈക്കിൾ എടുത്ത് വേഗം അവിടെ പോകുന്നു. വീട്ടിലെത്തിയപാടെ ആൾക്കത് എന്നെ കാണിക്കാഞ്ഞിട്ടുള്ള ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഞാൻ വിളിച്ചിട്ടും കൂടി അവൻ എൻ്റെ അടുത്ത് പോരാതെ കാറിലേക്ക് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. കാരണം ഫസ്റ്റത്തെ അല്ലേ, അപ്പോൾ അവൻ അവിടെ അയിമെന്ന് എണീക്കുന്നേ ഉണ്ടായിരുന്നില്ല. അതിന് കുറച്ച് ഫിറ്റിങ്സ് ഒക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇക്കതൊക്കെ റെഡിയാക്കി കൊടുക്കുകയായിരുന്നു. ഇങ്ങനെയായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൈക്കിളിൻ്റെ. എന്തായാലും അവന് ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് തെർമോക്കോൾ വെച്ചിട്ട് 2 എന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയായിരുന്നു. ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വലിയ മോർണിംഗ് ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു ഇതില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ ഒരു ചെറിയ മോനെ ഇങ്ങനെയൊക്കെ ചെയ്തൊരു ഫോട്ടോഷൂട്ട് എടുത്ത ഒരുപാട് പേര് ഇപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കും അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. പുറത്തൊന്നും പോയാണ്ട് അങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പം പിന്നെ നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാനിങ്ങനെ ഗ്ലിറ്ററിങ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് ലുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒരു കസ്റ്റമർക്ക് കുറേ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഡ്രസ്സുമ്മ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്കത് ഇതിലാണ് കേട്ടോ ഹെൽപ്ഫുള്ളായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അടുത്തുള്ള കസിൻസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് നടക്കാനേ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മഴ ചതിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് മഴയ്ക്ക് ചെറിയൊരു ശമനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോഷൂട്ട് ഇതാണ് കേട്ടോ വീട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അവന് ചെന്ന് കയറിയപ്പോൾ ആൾ ഭയങ്കര കച്ചറായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഒരു ടോയ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവനെ നോക്കിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഒന്ന് ഫോട്ടോഷൂട്ട് എടുത്താൽ നല്ല പണി തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ വേറെ ഫോട്ടോഗ്രാഫേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫോണിൽ തന്നെ ജസ്റ്റ് ഒന്ന് എടുക്കുന്നതേ ഉള്ളൂ. അത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. നമുക്ക് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ഞാൻ ഒരുപാട് പോസുകൾ ഇതേമാതിരി സെർച്ച് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നുണ്ടോ. പക്ഷെ ആൾ ഒന്നിനും വില്ലിങ് ആയിരുന്നില്ല. അവനിതേതൊക്കെ പറിച്ച് ആകെ പിച്ച് ചീന്തിയിടുകയായിരുന്നു. എന്തായാലും ചെറിയ രീതിയിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് സെറ്റായിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അവൻ്റെ ഫോട്ടോസ് എടുത്ത് ഇനി വലിയ മോൻ്റെ എടുത്തിട്ടില്ലെങ്കിൽ അവന് ഫീൽ ആവണ്ടെന്ന് വിചാരിച്ച് അവൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രിയാണ് കേട്ടോ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് 2 ദിവസം മുന്നെയാണ് ഇളച്ചൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ദിവസം രണ്ടും കൂടെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ രാത്രി ഞങ്ങളുടെ കേക്കും കട്ടയോടുകൂടെ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൽ ബർത്ത്ഡേ ബോയ്സ് 2 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ ചെറിയ മോനും പിന്നെ ആ നടുവിൽ നിൽക്കുന്ന ഇളച്ചൻ്റെ മോനുമായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഫോട്ടോസിൻ്റെ ഫൈനൽ ലുക്കൊന്ന് കണ്ടു നോക്കിയാലോ.